MT മരിച്ചപ്പോൾ പെട്ടെന്ന് ഈ ലോകമാകെ ഇരുട്ട് പരന്നതുപോലെ ഒരു തോന്നലാണ് എനിക്കുണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു അത് എനിക്ക് മാത്രമുള്ളൊരു തോന്നലാണെന്ന്. പക്ഷേ കോടാനുകോടി മനുഷ്യർക്ക് അങ്ങനെ തോന്നിയെന്ന് പിന്നീട് പലരുമായി സംവദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. സാറേ, എനിക്ക് കോഴിക്കോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ അപ്പോഴും ഒരു സംശയം, എന്താണ് MT ഇല്ലാത്ത കോഴിക്കോട്ടേക്ക് എങ്ങനെ പോവുക സാർ? പിന്നെ അയാൾ കരയാണ് കുറേ നേരം. ഞാൻ അത്ഭുതപ്പെട്ടു, ഇതെന്തോ ഒരു പ്രശ്നമാണല്ലോ. പിന്നീട് അയാൾ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് MT ഉള്ളത് കൊണ്ടായിരുന്നു. പതിനായിരക്കണക്കല്ല, ലക്ഷക്കണക്കല്ല, കോടിക്കണക്കിന് മനുഷ്യർ അനാഥരായൊരവസ്ഥ ഒരു എഴുത്തുകാരൻ മരിച്ചപ്പോൾ ലോകത്ത് തന്നെ അപൂർവമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. MTയെ വായിച്ച ഈ പറയുന്ന കോടിക്കണക്കിന് മനുഷ്യർ MTയുടെ കഥാപാത്രങ്ങൾ ഞങ്ങളാണെന്ന് വിചാരിച്ചു. അതാണ് ആ സ്വാനുഭവത്തിലേക്ക് വായനക്കാരെ ഉയർത്തുക എന്ന അത്ഭുതകരമായ ഒരു ജോലി മറ്റാര് ചെയ്തതിനേക്കാൾ, MTയേക്കാൾ ഒരു പക്ഷേ ജനപ്രീതിയുള്ള ഒരു എഴുത്തുകാരനാണ് ബഷീർ. പക്ഷെ ബഷീറിന്റെ കഥാപാത്രങ്ങൾ ഞാനാണ് എന്ന് അധികം ആളുകൾക്ക് തോന്നില്ല. നമ്മൾ എഴുത്തുകാരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആലോചിക്കില്ല എന്ത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് MT ഇങ്ങനെ തലമുറകൾക്ക് മേൽ 4 തലമുറകളെങ്കിലും ചുരുങ്ങിയത് MTയെ വായിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു ഇടവും കിട്ടാതെ പല കാരണങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യന്റെ സത്തയോടാണ് MT നിരന്തരം സംസാരിച്ചത്. തീവണ്ടി എഞ്ചിനുകളുടെ ശബ്ദകോലാഹലത്തിൽ കിടിലം കൊണ്ട ഒരു മാളിക വരാന്തയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മാളുവെടുത്തി ഇത്തിരി ചോറ് തരൂ എന്ന് പറഞ്ഞ് വടക്കേ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വേലായുധേട്ടൻ ഇരുട്ടിൽ നിന്ന് നിലവിളക്കിന്റെ വെളിച്ചത്തിലേക്ക് ഓടി വന്ന രംഗം മനസ്സിൽ വന്നപ്പോൾ ഒരു പുതിയ കഥയുടെ പിറവിയാണിതെന്ന് തോന്നിയപ്പോൾ ഉണ്ടായ അനുഭവം പറയാൻ കഴിയാത്തതാണ്. ഇപ്പോഴും എപ്പോഴും വരും, വരാതിരിക്കില്ല എന്ന് അവൾ കാത്തിരിക്കുന്നുണ്ട്. ഒരിക്കലും വരാൻ സാധ്യതയില്ല സുധീർ കുമാർ മിശ്ര എന്ന് വായിക്കുന്ന നമുക്കും അറിയാം, അത് വിചാരിക്കുന്ന വിമലയ്ക്കും അറിയാം, എഴുതിയ MTക്കും അറിയാം. അതാണ് അതിന്റെ സംഗതി. ഇത് അറിഞ്ഞുകൊണ്ടും വരും, വരാതിരിക്കില്ല എന്ന പ്രത്യാശ ഒരു സാധാരണ പ്രത്യാശയല്ല, മഞ്ഞള പ്രത്യാശ. MT അടച്ച വാതിലൊന്നും തുറക്കാൻ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. MT തുറന്ന വാതിലിലൂടെ ഒരായുസ് കൊണ്ട് പൂർണ്ണമായിട്ടും ഒരു അനുവാചകനും യാത്ര ചെയ്തെത്താനും സാധിക്കില്ല. സത്യം പറഞ്ഞ മലയാളത്തിലെ നിരൂപകന്മാർ MTയെ കുറിച്ച് പഠിച്ചിട്ടില്ല. ആദരണീയനായ അധ്യക്ഷൻ, എൻ്റെ വളരെ പ്രിയപ്പെട്ട സഹോദരതുല്യനായ സുഹൃത്ത് ജബ്ബാർ ആലങ്കോട്, വ്യക്തിപരമായി ജ്യേഷ്ഠ സഹോദരതുല്യൻ എന്ന് പറയാവുന്ന ഡോക്ടർ രാജൻ ചുങ്കത്ത്, അതുപോലെ എല്ലാവരും സഹോദരന്മാർ തന്നെയാണ്. ഹരി എൻ്റെ ഇരട്ടപെറ്റ സഹോദരനെ പോലുള്ള ഒരാളാണ്, ഉത്തമനും അതുപോലുള്ള ആളാണ്. ഇപ്പോൾ സദസ്സിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെയും അത്രമേൽ അഗാധമായ പാരസ്പര്യവും സ്നേഹവും സാഹോദര്യവും സൗഹൃദവും വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രസംഗം ചെയ്യാൻ എനിക്കൊരു പ്രയാസമുണ്ട്. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, MTയെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. വിശേഷം കാണിയിൽ പ്രസംഗിക്കുമ്പോൾ വളരെ കൂടുതൽ പരിമിതിയുണ്ട്. ഞാൻ ദിവസവും പ്രസംഗിക്കുന്ന ആളാണ്, ഇന്നും 2 പ്രസംഗം കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ വിശേഷം MTയെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട്, MTയുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ അങ്ങനെ പറയാനും പറ്റുന്നില്ല. പറ്റാത്ത വിധത്തിലുള്ള ഒരു സങ്കീർണമായ വേദന MTയുടെ വിയോഗം എന്നിലുണ്ടാക്കി. ഈ കാലത്തിനിടയിൽ എത്രയോ ആളുകൾ വിട്ടുപിരിഞ്ഞു പോയി. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. MTയും മരിക്കും എന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ MT മരിച്ചപ്പോൾ പെട്ടെന്ന് ഈ ലോകമാകെ ഇരുട്ട് പരന്നതുപോലെ ഒരു തോന്നലാണ് എനിക്കുണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു അത് എനിക്ക് മാത്രമുള്ളൊരു തോന്നലാണെന്ന്. പക്ഷേ കോടാനുകോടി മനുഷ്യർക്ക് അങ്ങനെ തോന്നിയെന്ന് പിന്നീട് പലരുമായി സംവദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. 4 ദിവസം മുമ്പ് കോഴിക്കോട്ട് നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. ഒരു പരിചയവുമില്ല. വളരെ ക്ഷമാപണപൂർവ്വമാണ്, സാറേ തിരക്കിലാണോ, ഒരു 10 മിനിറ്റ് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇപ്പം ഞാൻ എന്തോ ഒരു കുഴപ്പം പിടിച്ച കേസാണെന്ന് ചോദിച്ചു. അനുവാദം ഉണ്ടെങ്കിൽ ഞാനൊരു പേഴ്സണൽ ആവശ്യമായിട്ട് പറയാം. പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ഷാജി എന്നാണ് പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത ആളൊന്നുമല്ല. ജോലി ഉണ്ടായിരുന്നു, വില്ലേജ് ഓഫീസിലായിരുന്നു. അയാൾ നല്ലൊരു പദവിയിൽ റിട്ടയർ ചെയ്തു. അതൊക്കെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, സാറേ എനിക്ക് കോഴിക്കോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ അപ്പോഴും ഒരു സംശയം, എന്താണ് MT ഇല്ലാത്ത കോഴിക്കോട്ടേക്ക് എങ്ങനെ പോവുക സാർ? പിന്നെ അയാൾ കരയാണ് കുറേ നേരം. ഞാൻ അത്ഭുതപ്പെട്ടു, ഇതെന്തോ ഒരു പ്രശ്നമാണല്ലോ. പിന്നീട് അയാൾ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് MT ഉള്ളത് കൊണ്ടായിരുന്നു.
എനിക്ക് MT കത്തയച്ചിട്ടുണ്ട്. ഞാൻ ആരുമല്ല, ഞാൻ എഴുത്തുകാരനല്ല, എന്നെ ആരും അറിയില്ല. പക്ഷെ ജോലി കിട്ടാതെ ആത്മഹത്യക്ക് വിചാരിച്ചുകൊണ്ടിരുന്ന കാലത്ത് തൻ്റെ സങ്കടങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വെറുതെ തൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന് ഒരു കത്തയച്ചു, മാതൃഭൂമിയുടെ കെയർ ഓഫിൽ, വർഷങ്ങൾക്ക് മുമ്പാണ്. അതിന് MT ഒരു മറുപടി വന്നു. അവസരങ്ങൾ എപ്പോൾ വരുമെന്നറിയില്ല, വരാതിരിക്കില്ല. അപ്പോഴും കാലം ചിലപ്പോൾ നമുക്ക് ദുരന്തങ്ങൾ കാത്തുവെച്ചിട്ടുണ്ടാവും, അത് മനസ്സിലുണ്ടാവണം. ഇത്രയും മാത്രമേ എഴുതിയിട്ടുള്ളൂ. അവസരങ്ങൾ വരും, വരാതിരിക്കില്ല. അപ്പോഴും കാലം നമുക്ക് ചില ദുരന്തങ്ങൾ കാത്തുവെച്ചിട്ടുണ്ടാവും, അത് മനസ്സിലുണ്ടാകണം. അത്ര പ്രത്യാശ നിറഞ്ഞ കത്തൊന്നുമല്ല. അയാൾ 1000 തവണയല്ല 10,000 തവണ ആ കത്ത് വായിച്ചിട്ടുണ്ട്. MT മരിച്ചതിന് ശേഷം ഇപ്പോഴും ആ കത്ത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വെറുതെ സാറ് MT അടുപ്പുള്ള ഒരാളായതുകൊണ്ട് സാറുമായിട്ട് സംസാരിച്ചാൽ സമാധാനം കിട്ടാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ ആളോട് ഒരുപാട് സംസാരിച്ചു. ഞാൻ പറഞ്ഞത്, ഒരു ഷാജിയല്ല, 10,000-കണക്കല്ല, ലക്ഷക്കണക്കല്ല, കോടിക്കണക്കിന് മനുഷ്യർ അനാഥരായൊരവസ്ഥ. ഒരു എഴുത്തുകാരൻ മരിച്ചപ്പോൾ ലോകത്ത് തന്നെ അപൂർവമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. MT വലിയ എഴുത്തുകാർ ലോകത്തുണ്ടായിട്ടുണ്ട്, മലയാളത്തിലും ഉണ്ടായിട്ടുണ്ട്. MT വലിയ എഴുത്തുകാർ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ MT ജനഹൃദയങ്ങൾക്ക് മേൽ ഹൃദയാധികാരം സ്ഥാപിച്ച ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ അതിനു മുമ്പും ഉണ്ടായിട്ടില്ല, പിമ്പും ഉണ്ടായിട്ടില്ല. ചങ്ങമ്പുഴയെ കുറിച്ച് നമുക്ക് പറയാം. പക്ഷെ ചങ്ങമ്പുഴ കവിതയാണ് എഴുതിയത് എന്നുള്ളത് കൊണ്ട് ഗദ്യത്തിന്റെ അത്ര സ്വീകാര്യത അക്കാലത്ത് കിട്ടില്ല. അന്ന് കഥാപ്രസംഗകർ പാടി നടന്നതുകൊണ്ടാണ് ചങ്ങമ്പുഴ പോപ്പുലറായത്. ചങ്ങമ്പുഴയ്ക്കാണ് ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു സ്വീകാര്യത ഉണ്ടായത്. പട്ടാളത്തിലേക്ക് പോകുന്ന ആളുകൾ രമണന്റെ കോപ്പിയും കൊണ്ടുപോയിരുന്നു. മലയാള കവിതയോട് ചങ്ങമ്പുഴ ചെയ്ത അതേ കാര്യം മലയാള ഗദ്യത്തോട് ചെയ്ത ആളാണ് MT. MTയെ വായിച്ച ഈ പറയുന്ന കോടിക്കണക്കിന് മനുഷ്യർ MTയുടെ കഥാപാത്രങ്ങൾ ഞങ്ങളാണെന്ന് വിചാരിച്ചു. അതാണ് ആ സ്വാനുഭവത്തിലേക്ക് വായനക്കാരെ ഉയർത്തുക എന്ന അത്ഭുതകരമായ ഒരു ജോലി മറ്റാര് ചെയ്തതിനേക്കാൾ. MTയേക്കാൾ ഒരു പക്ഷേ ജനപ്രീതിയുള്ള ഒരു എഴുത്തുകാരനാണ് ബഷീർ. പക്ഷെ ബഷീറിന്റെ കഥാപാത്രങ്ങൾ ഞാനാണ് എന്ന് അധികം ആളുകൾക്ക് തോന്നില്ല. ബഷീറിന്റെ കഥാപാത്രങ്ങൾ വ്യത്യസ്തരായ കഥാപാത്രങ്ങളാണ്. പക്ഷേ 4 കെട്ടിൽ അപ്പുണ്ണി ഞാനാണ്, കാലത്തിലെ സേതു ഞാനാണ്, മഞ്ഞിലെ വിമല ഞാനാണ്, മഞ്ഞിലെ സുമിത്ര, കാലത്തിലെ സുമിത്ര ഞാനാണ്. ഇങ്ങനെ രണ്ടാമൂഴത്തിലെ ഭീമൻ ഞാനാണ് എന്ന് വരെ വിചാരിച്ച വായനക്കാരുണ്ട്. രണ്ടാമൂഴത്തിലെ ഭീമൻ ആവില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ രണ്ടാമനാക്കപ്പെട്ട, മന്ദനാക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, കാമുകി പോലും അവഗണിച്ച, പലതരത്തിൽ ചരിത്രത്തിൽ ചതിക്കപ്പെട്ട ഒരു ഭീമനിന്റെ ഉള്ളിലിരുന്ന് മഹാഭാരതത്തെ പുനർവായിക്കാൻ MTക്ക് സാധിച്ചു. ഞാൻ പലതവണ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും MT ഈ അത്ഭുതം കാണിച്ചത്? എങ്ങനെയായിരിക്കും? നമ്മൾ എഴുത്തുകാരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആലോചിക്കുക, എന്ത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് MT ഇങ്ങനെ തലമുറകൾക്ക് മേൽ 4 തലമുറകളെങ്കിലും ചുരുങ്ങിയത് MTയെ വായിച്ചിട്ടുണ്ട്. പുതിയ കുട്ടികളും വായിക്കുന്നുണ്ട്. MTയുടെ 4 കെട്ടും കാലവും ഒക്കെ വായിച്ച് കുട്ടികൾ എഴുതിയ ആസ്വാദക കുറിപ്പ് എനിക്ക് നേരത്തെ നോക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഗംഭീരമായ കുട്ടികൾ കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഈ തലമുറയിലെ കുട്ടികൾ വായിക്കുന്നുണ്ട്. ഏതാണ്ട് 52-ൽ MT എഴുതി തുടങ്ങിയിട്ടുണ്ട്, 50-കളിൽ. ആ കാലത്ത് തുടങ്ങിയാൽ ഇപ്പോൾ 4ാമത്തെ തലമുറയാണ് MTയെ വായിക്കുന്നത്. ഈ 4 തലമുറയിലും പെട്ടവർക്കൊക്കെ ഈ സ്വാനുഭവത്തിലാകുന്ന അനുഭവം ഉണ്ടായി. ഇതിനെന്തായിരിക്കും MT ചെയ്തത് എന്ന് എന്ത് ഗവേഷണം ചെയ്തിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. ലളിതമായ ചില കാര്യങ്ങൾ. ഒന്ന്, MT എഴുതിയത് അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ടാണ്, വികാരങ്ങളോട് സത്യസന്ധത പുലർത്തിയിട്ടാണ്. മറ്റൊന്ന്, MT പാരായണക്ഷമമായിട്ടാണ് എഴുതിയത്. അത്യന്തം പാരായണക്ഷമമല്ലാത്ത ഒരു വാചകവും MT സാഹിത്യത്തിലില്ല. സാഹിത്യത്തിൽ കവിതയെ കൊണ്ട് നല്ല കാവ്യാത്മകമായ വാക്കുകളുണ്ട്, പക്ഷെ വായിക്കാൻ പറ്റാത്ത, കഷ്ടിച്ച് മലയാളം വായിക്കാവുന്ന, ഏതൊരാൾക്കും വായിക്കാൻ പറ്റുന്ന ഭാഷയിലാണ് MT എഴുതിയത്. അതിലൊക്കെ ഉപരിയായി എനിക്ക് തോന്നിയ ഒരു കാര്യം, അനാഥരും ദുഃഖിതരും ഒറ്റപ്പെട്ടവരും ഏകാകികളും ദരിദ്രരും പാവപ്പെട്ടവരും അവഗണിതരും തള്ളിമാറ്റപ്പെട്ടവരും
ബഹിഷ്കൃതരും തിരസ്കൃതരും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ഇടവും കിട്ടാതെ പല കാരണങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യന്റെ സത്തയോടാണ് എം ടി നിരന്തരം സംസാരിച്ചത്. അപ്പൊ നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു പീഡിത സത്തയുണ്ട്. നിരൂപക ഭാഷ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നെ ആരും മനസ്സിലാക്കിയില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നുന്ന ഒരു മനുഷ്യൻ, ഒരു മനുഷ്യ സ്ത്രീ എല്ലാ മനുഷ്യരിലും ഉണ്ട്. എന്നെ മനസ്സിലാക്കിയില്ല, എനിക്ക് അർഹമായത് കിട്ടിയില്ല, ഞാൻ പറയുന്നത് ആരും കേട്ടില്ല, എന്നോട് ആരും കാരുണ്യം കാണിക്കുന്നില്ല, സ്നേഹം കാണിക്കുന്നില്ല, ഇങ്ങനെ ഒരിക്കലെങ്കിലും വിചാരിക്കാത്ത ഒരു മനുഷ്യരും ഭൂമുഖത്ത് ജനിച്ചു മരിച്ചിട്ടില്ല. അവരുടെ കൃത്യമായ മാനസിക ഭാവത്തോട് അതിൻ്റെ അതേ തരംഗ ദൈർഘ്യത്തിൽ സംവദിക്കുന്ന ഒരു അത്ഭുതകരമായ കെമിസ്ട്രിയാണ് എം ടി സാഹിത്യം കൊണ്ടുണ്ടാക്കിയത്. വേലായുധേട്ടൻ ഞാനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വേലായുധേട്ടൻ മനോരോഗിയല്ല, ഭ്രാന്തനല്ല, പരിഗണിക്കപ്പെടാതെ പോയ ഒരാളാണ്. വേലായുധൻ ഭ്രാന്തനല്ല, വാസ്തവത്തിൽ ഭ്രാന്തനാണെന്നല്ല എവിടെയും പറയുന്നില്ല, ഭ്രാന്തനെന്ന് മറ്റുള്ളവരാക്കി തീർത്തതാണ്. വേലായുധന് പ്രണയമുണ്ട്, അമ്മുക്കുട്ടിയെ ഞാനൊന്ന് തൊടട്ടെ എന്ന് വളരെ സ്വകാര്യമായ ഒരു നിമിഷത്തിൽ അമ്മുക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അമ്മുക്കുട്ടിയുമായിട്ട് ആൾക്ക് വളരെ വളരെ ഗാഠമായ ലോലലോലമായ ഒരു നേർത്ത പ്രണയാനുഭവമുണ്ട്. ആർക്കും വേണ്ടാത്ത, നിരന്തരം തല്ലുകൊള്ളുന്ന, തറവാട്ടിന് ദോഷം വരുത്തിച്ച അച്യുതൻ നായരുടെ അടിയേറ്റ് തകർന്ന ആ വേലായുധം കുട്ടി ഒടുക്കം അമ്മുക്കുട്ടിയും അതാ ഭ്രാന്തൻ എന്ന് പറയുന്ന നിമിഷത്തിലാണ് പൂർണ്ണമായിട്ട് തകരുന്നത്. അതിൻ്റെ ഒരു ക്രമപ്രവൃദ്ധമായ വളർച്ചയുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ടവർ, വാസ്തവത്തിൽ എഴുത്തുകാരൊക്കെ ഒരുതരം മനോരോഗികളാണ് അല്ലെ. എഴുത്തിനെ കുറിച്ച് ഒരു വലിയ നിർവചനമുള്ളത് ഡീവിയേഷൻ ഫ്രം ദ നോം. നോർമലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നവരാണ് എഴുത്തുകാരും കലാകാരന്മാരും ആയിത്തീരുന്നത്. പിന്നെ എന്താ ഗുണം വെച്ചാൽ സ്വയം ചികിത്സിക്കാൻ അറിയുന്നത് കൊണ്ട് ആ ഭ്രാന്ത് നാട്ടുകാർക്ക് കുഴപ്പമുണ്ടാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവനവൻ എനിക്കുള്ള മാനസിക പ്രശ്നം എനിക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടും അതിന് ചികിത്സ എനിക്ക് തന്നെ ചെയ്യാവുന്നത് കൊണ്ടും എൻ്റെ ഭ്രാന്ത് ഉടുക്കാത്ത ഭ്രാന്തല്ല, ഉടുത്ത ഭ്രാന്തായിട്ട് അങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. ഇതാണ് എഴുത്തിന്റെ ഒരു മാനസികാവസ്ഥ. ആ അർത്ഥത്തിൽ വേലായുധനായി ജീവിക്കുന്ന അനേകം മനുഷ്യരോടാണ് എം ടി ആ കഥയിലൂടെ സംസാരിച്ചത്. ലോക ഭാഷയിൽ ഇരുട്ടിന്റെ ആത്മാവ് പോലെ, എന്താ പറയുക, മെന്റലി ഡിസേബിൾഡ് എന്നും പറയാൻ പറ്റില്ല, ഡിഫറൻ്റ്ലി ഏബിൾ എന്നും എന്തായാലും പറയുന്നത് പുതിയൊരു വാക്കില്ലേ. ഡിഫറൻ്റ്ലി ഏബിൾ ആയ ഒരാൾക്ക് അയാളെക്കുറിച്ച്, അയാളുടെ മാനസിക കാലാവസ്ഥയെക്കുറിച്ച് ഒരു സൈക്യാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ സൂക്ഷ്മമായി അപഗ്രഥിച്ച് എഴുതിയ കഥയാണ് ഇരുട്ടിന്റെ ആത്മാവ്. അതിന്റെ പേര് തന്നെ ഇരുട്ടിന്റെ ആത്മാവ്. ഇരുട്ടിലൊരു ആത്മാവ് എം ടി എഴുതിയിട്ടുണ്ട്. തീവണ്ടി എഞ്ചിനുകളുടെ ശബ്ദകോലാഹലത്തിൽ കിടിലം കൊണ്ട ഒരു മാളിക വരാന്തയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മാളുവെടുത്തി ഇത്തിരി ചോറ് തരൂ എന്ന് പറഞ്ഞ് വടക്കേ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വേലായുധേട്ടൻ ഇരുട്ടിൽ നിന്ന് നിലവിളക്കിന്റെ വെളിച്ചത്തിലേക്ക് ഓടി വന്ന രംഗം മനസ്സിൽ വന്നപ്പോൾ ഒരു പുതിയ കഥയുടെ പിറവിയാണിതെന്ന് തോന്നിയപ്പോൾ ഉണ്ടായ അനുഭവം പറയാൻ കഴിയാത്തതാണ്. അതിൽ ആ വാചകം വളരെ സൂക്ഷ്മത. കഥകളെ കുറിച്ച് പറയുമ്പോഴാണ് ഇരുട്ടിൽ നിന്ന്, വടക്കേ വീട്ടിലെ ബന്ധനത്തിൽ നിന്ന് മോചിതനായി ഇരുട്ടിൽ നിന്ന് നിലവിളക്കിന്റെ വെളിച്ചത്തിലേക്ക് വരിക. എം ടിയുടെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഇരുട്ടിൽപ്പെട്ട ആളുകളാണ്. ഇരുട്ടിൽ നിന്ന് അവർ വെളിച്ചത്തിലേക്ക് വരിക. ഈ വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. അത് ഭീമനും അതെ. ഭീമൻ മഹാഭാരതത്തിന്റെ ഇരുട്ടിൽ കിടക്കുന്ന ഒരു കാലമാണ്, ഒരു കഥാപാത്രമാണ്. എം ടി എഴുതുന്നതിന് മുമ്പ് ഭീമനെ കുറിച്ച് നമ്മൾ അത്ര ചിന്തിച്ചിട്ടില്ല. ഘടോൽക്കജനെ കൊല്ലേണ്ടി വരുമ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ഘടോൽക്കജൻ മരിച്ചപ്പോൾ ദുഃഖിക്കുകയല്ല വേണ്ടത്, ആഹ്ലാദിക്കുകയാണ് വേണ്ടത്. വനവാസിയാണ്, ഇന്നില്ലെങ്കിൽ നാളെ അവനെ കൊല്ലേണ്ടി വരും, ഇങ്ങനെ ആയത് നന്നായി എന്ന് സമാധാനിക്കാം. ഇരുട്ടിൽ നിന്ന് അച്ഛനായ ഭീമൻ അത് കേൾക്കും. അവിടെ വനവാസികൾക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി ലോകത്തുണ്ടായ ഏത് സാഹിത്യത്തെക്കാൾ ഈ വനവാസികളോട് ഹൃദയബന്ധം, അല്ലെങ്കിൽ ആദിവാസികളോട്, ട്രൈബ്സിനോട് ഹൃദയബന്ധം ചേർന്ന് നിൽക്കുന്ന ഒരൊറ്റ സന്ദർഭം, ആ ഹിഡുംബിയുടെ പുത്രൻ അയാൾ മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദുഃഖിക്കുന്ന ഭീമന്റെ മനസ്സ്. ഇങ്ങനെ നിങ്ങൾ എത്ര സൂക്ഷ്മത, എം ടി വായിക്കുന്നതിൽ സൂക്ഷ്മത വേണം. വായിക്കുമ്പോഴാണ്, ഒരിക്കൽ വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥമല്ല. ബുദ്ധുവിനെ പോലെ വിമലയും ഒരേപോലെയാണ് കാത്തിരിക്കുന്നത്. ബുദ്ധുവിന് അച്ഛനാരാണെന്നറിയില്ല, അമ്മ കൊടുത്ത പഴകിയ ഒരു ഫോട്ടോ എത്രയോ തവണയായിട്ട് അവൻ കൊണ്ടു നടക്കുന്നു. സുധീർ കുമാർ മിശ്ര എന്ന മനുഷ്യനുമായി ഒരു ദിവസത്തെ ബന്ധം മാത്രമാണ് വിമലയ്ക്കുള്ളത്. 10 ആണ്ടുകൾ 12 കടന്നു പോയിരിക്കുന്നു. എത്രയോ സീസണുകൾ നൈനിത്താളിൽ വന്നു. എത്രയോ തവണ അവിടുത്തെ പ്രതിമകൾക്ക് പെയിന്റ് അടിക്കപ്പെട്ടു.
ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും വരും, വരാതിരിക്കില്ല എന്ന് അവൾ കാത്തിരിക്കുന്നുണ്ട്. ഒരിക്കലും വരാൻ സാധ്യതയില്ല സുധീർ കുമാർ മിശ്ര എന്ന് വായിക്കുന്ന നമുക്കും അറിയാം, അത് വിചാരിക്കുന്ന വിമലയ്ക്കും അറിയാം, എഴുതിയ MTക്കും അറിയാം. അതാണ് അതിന്റെ സംഗതി. ഇത് അറിഞ്ഞുകൊണ്ടും വരും, വരാതിരിക്കില്ല എന്ന പ്രത്യാശ ഒരു സാധാരണ പ്രത്യാശയല്ല, മഞ്ഞള പ്രത്യാശ. അതാണ് ബുദ്ധു ഏറ്റെടുക്കുന്നത്. വരും അല്ലേ മാം സാബ്ജി, വരാതിരിക്കില്ല അല്ലേ. അവിടെ ഒരു അസാധാരണമായൊരു പ്രത്യാശയുടെ വെളിച്ചമാണ് MTയുടെ സാഹിത്യത്തിലുള്ളത്. MT ഒരു ഇരുണ്ട മനുഷ്യനായിട്ടാണ് എല്ലാവരും പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ MTയെ കുറിച്ച് തെറി പറയുന്നവർക്ക് MT ഇരുട്ടിന്റെ രൂപം മാത്രമാണ്. പക്ഷെ MT ഒരിക്കലും ഇരുണ്ട മനുഷ്യനായിരുന്നില്ല. അദ്ദേഹം അല്ലാതെ ഭംഗിവാക്കൊന്നും പറയില്ല, പക്ഷെ അദ്ദേഹം നന്നേ സംസാരിക്കും കേട്ടോ. അദ്ദേഹം അങ്ങനെ സംസാരിക്കാത്ത ആളൊന്നുമല്ല. മണിക്കൂറുകളോളം സരസമായി തമാശ പറയും, വളരെ രസകരമായി സംസാരിക്കുന്നത് വളരെ അടുത്തുനിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് വ്യക്തിയനുഭവങ്ങൾ പലതും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം വ്യക്തിയനുഭവങ്ങളല്ല പ്രധാനം. എനിക്ക് MT എന്നോട് ബന്ധപ്പെട്ട MT എന്നല്ല, എന്നെ പോലെ കോടാനുകോടി കാണാത്ത മനുഷ്യരോടും ബന്ധപ്പെട്ട MT എന്നല്ലേ. ഞാൻ അങ്ങനെ അത്ഭുതാതരങ്ങളോട് കൂടെ നടന്നതാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഹെഡ്മാഷായിരുന്ന MT കുട്ടികൃഷ്ണമേനോ മാഷ്, നമ്മുടെ ദാസുവിൻ്റെ അച്ഛനാണ്. അദ്ദേഹം MTയുടെ വലിയ ആരാധകനാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ വെറുതെ ക്ലാസ്സിലെടുക്കുമ്പോൾ പറയും, അവിടെ അട്ടേക്കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നരിമാളൻ കുന്ന് കാണാം, നരിമാളൻ കുന്നിൻ്റെ അപ്പുറത്താണ് MTയുടെ കൂടലൂർ. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്ത് MT ആണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആദരം കുട്ടികളോട് വെറുതെ പറയാം. എന്നെ കൊണ്ട് അന്ന് വാഴക്കുലയിലെ കവിതകൾ ചൊല്ലിക്കും, ചങ്ങമ്പുഴയുടെ രമണനിലെ കവിതകൾ ചൊല്ലിക്കും. ഞാൻ അന്ന് എന്തും ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. ആൾക്കാർ പറഞ്ഞാൽ ഉറുപ്പും മാനവും ഇന്നത്തെ പോലെ ഒന്നുമില്ല. അതുകൊണ്ട് എന്തും ചെയ്യുന്ന കുട്ടിയായതുകൊണ്ട് ഒരിക്കൽ രക്തം പുരണ്ട മൺതരികൾ എന്ന കഥാപുസ്തകം എനിക്ക് തന്നു. ലീലാകൃഷ്ണൻ അത് വായിച്ചോ, ഇത് MTയുടെ കഥയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യം വായിച്ച കഥാപുസ്തകം MTയുടെ രക്തം പുരണ്ട മൺതരികളാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതൊന്നും എനിക്ക് മുഴുവൻ മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവിടെ അട്ടേക്കൊന്നും നോക്കിയാൽ കാണുന്ന മറ്റേ നരിമാളൻ കുന്ന് എപ്പോഴും കാണാം, നരിമാളൻ കുന്ന് കഷ്ടിച്ച് കാണാം, അതിൻ്റെ അപ്പുറത്താണ്. അപ്പം ഞാനിങ്ങനെ കിഴിയപ്പുറത്തമ്പലത്തിൻ്റെ മേൽഭാഗത്ത് വെറുതെ പോയി നിന്ന് ഉച്ചയ്ക്കുള്ള ഇടവേളകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ നിന്ന് നോക്കും. അപ്പോൾ ഈ MTയുടെ ഒരു കാണാത്ത ഒരു ലോകം അവിടെ ഉണ്ട്. ഇതേ മാതിരിയാണ് ഞാൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയും കണ്ടിട്ടുള്ളത്. എനിക്ക് പൂർണ്ണമായിട്ട് MTയെ മനസ്സിലാക്കാൻ പറ്റും എന്നെനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. എനിക്കെന്നല്ല, MT അടച്ച വാതിലൊന്നും തുറക്കാൻ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. MT തുറന്ന വാതിലിലൂടെ ഒരായുസ് കൊണ്ട് പൂർണ്ണമായിട്ടും ഒരു അനുവാചകനും യാത്ര ചെയ്തെത്താനും സാധിക്കില്ല. ഇങ്ങനെ അപൂർവം എഴുത്തുകാരെ ലോകത്തുണ്ടായിട്ടുള്ളൂ. ഷാങ്ഷനെ പോലെ കുറ്റവാളിയായി മാത്രം ജീവിച്ച ഒരു എഴുത്തുകാരനെ കുറിച്ച് ഒരു ക്യാമ്പിൽ സംസാരിക്കുമ്പോൾ MT പറഞ്ഞത്, നെവർ കൺഫെസ്ഡ് ഷെനെ, നെവർ കൺഫെസ്ഡ് ഷെനെ. ഷെനെ ഒരിക്കലും കുമ്പസരിച്ചില്ല. വളരെ ഇരുണ്ട ജീവിതം നയിച്ച ഒരാളാണ് ഷെനെ. ഒരുപക്ഷെ എത്ര അധികം ആൾക്കാർ അറിയില്ല. ഷാങ്ഷനെ ലോകത്തെ എഴുത്തുകാരിലെ ഏറ്റവും ഇരുണ്ട ജീവിതം നയിച്ച ആളാണ് ഷാങ്ഷനെ. നെവർ കൺഫെസ്ഡ് ഷെനെ. അതൊരു മനുഷ്യന്റെ കൺഫസ് ചെയ്യേണ്ടതായിട്ട് ആരിലും ഒന്നും തന്നെ ഇല്ല. ഏതൊരാളിലും ഉള്ളതായി നമ്മൾ കണക്കാക്കുന്ന പോരായ്മകൾ ഒരു കുമ്പസാരത്തിന് അർഹമായതല്ല. അത് മനുഷ്യന്റെ സവിശേഷതയായ അയാളുടെ ഐഡന്റിറ്റിയാണ്. അതിലാണ് MT ചെന്ന് തൊട്ടത്. അത് വേലായുധേട്ടന്റെ ഈ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള മാനസികാവസ്ഥയാവാം. അങ്ങനെ ഒരു കഥ ലോക സാഹിത്യത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് MTയുടെ തന്നെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളാണ്. ജാനകിക്കുട്ടിയുടെ ഉള്ളിലിരുന്നുകൊണ്ട് ലോകത്തെ കണ്ട ഈ 2 കഥകളും വാസ്തവത്തിൽ മനോരോഗ ചികിത്സകർക്ക് പാഠപുസ്തകമാക്കാവുന്ന കഥകളാണ്. ലോകത്ത് ഒരു പക്ഷേ മനോരോഗ ചികിത്സാ പാഠപുസ്തകം തിരുത്തുകയാണെങ്കിൽ ഞാൻ നിർദ്ദേശിക്കും ഈ 2 പുസ്തകം പാഠപുസ്തകമാക്കണം. അങ്ങനത്തെ കഥകളാണ്. നമ്മളെന്തുകൊണ്ടോ MTയെ കുറിച്ച് അങ്ങനെയൊന്നും സത്യം പറഞ്ഞ മലയാളത്തിലെ നിരൂപകന്മാർ MTയെ കുറിച്ച് പഠിച്ചിട്ടില്ല. ആകെ കഷ്ടിച്ച് പഠിച്ച ഒരാൾ ഈ V മോഹനകൃഷ്ണനാണ്. കാരണം നമ്മൾ മോഹനകൃഷ്ണൻ എടുത്തുകൊണ്ട് പറയാലോ. എനിക്കറിയാം MTയുടെ വിഷയം, MTയും ഉറൂബാണ് മോഹനകൃഷ്ണന്റെ വിഷയം എന്ന് അറിഞ്ഞുകൊണ്ടാണ് എന്നെ നമ്പൂതിരി അടുത്തേക്ക് ഞാൻ മോഹനകൃഷ്ണനെ പറഞ്ഞയച്ചത്. മോഹനകൃഷ്ണൻ ഡോക്ടറേറ്റ് നേടിയത് ആ വിഷയത്തിൽ. അല്ലാതെ കേരളത്തിൽ ഏത് നിരൂപകനാണ് പഠിച്ചിട്ടുള്ളത്? ഒരാളും ഇല്ല. P. K. രാജശേഖരൻ പഠിച്ചിട്ടില്ല. KP അപ്പൻ കഷ്ടിച്ച് പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ നിന്ദാപൂർണമായിട്ടാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പൻ വരികൾക്കിടയിൽ ആകെ അപ്പൻ പഠിച്ച ഒരൊറ്റ കഥയാണ് അഭയം എന്ന കഥ. അതിനും MTയുടെ ഹിപ്പോക്രറ്റിനെയാണ്. MT ഹിപ്പോക്രറ്റ് ആണെന്ന് സ്വയം അറിയുന്ന ഒരാളാണെന്നാണ്. പട്ടി, ആ നായ തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ആ കഥയിൽ. ഭാര്യയെ വഞ്ചിച്ച് എല്ലാവരെയും വഞ്ചിച്ച് സമർത്ഥനായി ജീവിക്കുന്ന അയാൾ നായയുടെ അടുത്ത് ചെല്ലുമ്പോൾ നായ ഒന്ന് മുരളുന്നുണ്ട്. കൈസറിനറിയാം ഞാൻ ആരാണെന്ന്. MT നായ്ക്കളെടുത്ത് സംസാരിക്കുന്ന ഒരാളാണ്. എൻ്റെ ഭാര്യ വീട്ടിലൊരിക്കൽ വന്നപ്പോൾ അവിടെ ഒരു ഭീകരൻ നായുണ്ട്. MTയുടെ അടുത്ത് ചെന്നപ്പോൾ കുരച്ചതുമില്ല, ഒരു ബഹളം ഉണ്ടാക്കിയില്ല. ഇതൊരു വ്യക്തിപരമായ അനുഭവം, പറയാൻ പാടില്ലാത്ത. അപ്പം എന്നോട് പറഞ്ഞു, അയ്യോ നായ ഒരു ബഹളം ഉണ്ടാക്കുന്നില്ല.
ഇല്ല, ഒരു നായ്ക്കളും എൻ്റെ അടുത്ത് അങ്ങനെ ബഹളം ഉണ്ടാക്കില്ല. അത് ഞാൻ ആദ്യം വിചാരിച്ചു മൂപ്പര് ഭംഗ്യന്തരേണ പറഞ്ഞതാ, ഒരു നായ്ക്കളും എൻ്റെ അടുത്ത് അങ്ങനെ അല്ല, നായെക്കുറിച്ച് തന്നെ. നായ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു നായും കുരക്കില്ല. അപ്പൊ നായയെ വരെ മനസ്സിലാവും. പൂച്ചയെ മനസ്സിലായി എന്നുള്ളത് ഷെർലക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. ഒരുപക്ഷെ ലോക സാഹിത്യത്തിൽ ഇത്രത്തോളം പൂച്ചയെ മനസ്സിലായ ഒരു കഥ ഷെർലക്ക് പോലെയല്ല. അത് നഖങ്ങളൊക്കെ അറുത്ത് മാറ്റപ്പെട്ട പൂച്ചയാണ്. അതൊരു സാമ്രാജ്യത്വത്തിന്റെ ചാരലാണ്. അത്ര അറുത്തു മാറ്റിയാലും ആ നഖം പുറത്തേക്ക് വരും. ഒരുപക്ഷെ ലോക സാഹിത്യത്തിൽ ഇത്രയും ആധുനികമായൊരു കഥ എം ടി അല്ല, വേറെ ആരും എഴുതിയ മലയാളത്തിലെ ഉത്തരാധുനിക ബുദ്ധിജീവികൾക്ക് പാഠപുസ്തകമാക്കാവുന്ന കഥയാണ് ഷെർലക്ക്. പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ശിലാലിഖിതം എന്നൊരു കഥയുണ്ട്. ഒരുപക്ഷെ താരതമ്യേന അവസാന കാലത്ത് എഴുതിയൊരു കഥയാണ്. ഗ്രാമത്തിന്റെ നന്മകളെക്കുറിച്ച് പേർത്തും പറഞ്ഞ ആളാണ് എം ടി. പക്ഷേ ശിലാലിഖിതം മറിച്ചൊരു കഥയാണ്. അത് വീണ്ടും വായിക്കേണ്ടതാണ്. അതിൽ കോളാമ്പിക്കായ തിന്ന് മരിക്കാൻ കിടക്കുകയാണ് ഒരു സ്ത്രീ. കുറേ മണിക്കൂറുകളായി മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ചർച്ചയുണ്ട് ഗ്രാമത്തിൽ. ചത്തിട്ടില്ല, ഇപ്പോഴും ശബ്ദം കേൾക്കാനുണ്ട് എന്നൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ വഴി പോകണ്ട, ആ ശബ്ദം കേൾക്കും, അവിടെ കിടന്ന് ചത്തോട്ടെ അസത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഗ്രാമത്തിന്റെ വികാരം അതിൽ പറയുന്നുണ്ട്. അവസാനം ആ മലയുടെ ചെരുവിലൂടെ പോകുമ്പോൾ മരിക്കാൻ കിടക്കുന്ന സ്ത്രീയുടെ ഞരക്കം കേട്ട് കൂടെ വന്ന നഗരത്തിൽ പഠിക്കുന്ന പോസ്റ്റ്മോഡേണായ കുട്ടി ഓടിപ്പോവും. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വരും. ഞാൻ ആ ചോലയിൽ നിന്ന് ഇത്തിരി വെള്ളം ആ സ്ത്രീക്ക് കൊടുത്തു. അച്ഛൻ ഇത്തിരി വെള്ളം കൊടുക്കായിരുന്നില്ലേ? അച്ഛൻ പറയുന്നുണ്ട്, ഒരാളും വെള്ളം കൊടുക്കാൻ കൂടി പോകുന്നില്ല. അപ്പൊ അച്ഛന് ചെയ്യായിരുന്നില്ലേ? ഇപ്പൊ ഏറ്റവും പുതിയ കുട്ടിയിൽ മാനുഷികത നിലനിൽക്കുമെന്ന് എം ടി പ്രത്യാശിച്ചിട്ടുണ്ട്. എം ടിയുടെ ഒരു വലിയ പ്രത്യാശ അതാണ്. ഏറ്റവും പുതിയ നഗരത്തിലെ കുട്ടി പോസ്റ്റ് മോഡേണായ, ഒട്ടും നന്നാവില്ല എന്ന് നമ്മൾ വിചാരിച്ച ഒരു ജനറേഷനിൽ മനുഷ്യകാരുണ്യത്തിന്റെയും മാനവികതയുടെയും വലിയ പ്രകാശം തന്നിട്ടാണ് എം ടി പോയത്. അപ്പൊ എം ടിയെ വായിക്കേണ്ടത്. നമ്മുടെ നിരൂപകന്മാരും വായിച്ചില്ല എന്നതിൽ എനിക്കും ദുഃഖമുണ്ട്. ഞാൻ അത്ര വലിയ നിരൂപകനൊന്നുമല്ല. പക്ഷെ ഞാൻ സൂക്ഷ്മമായി വായിക്കുമ്പോഴൊക്കെ എം ടിയുടെ ഓരോ കഥയും അസാധാരണങ്ങളായ ലോകങ്ങളെ കാണിച്ചു. അസുരവിത്താണ് എം ടിയുടെ ഏറ്റവും മികച്ച നോവൽ എന്നാണ് എൻ്റെ വിചാരം. രണ്ടാമൂഴമല്ല. അസുരവിത്തിൽ ഈ കാലം 50 കൊല്ലം മുമ്പ് അദ്ദേഹം ദീർഘദർശനം ചെയ്തിട്ടുണ്ട്. അസുരവിത്ത് തുടങ്ങുന്നത് ശേഖരൻ മുതലാളി ഗ്രാമത്തിലെ അമ്പലം പുതുക്കി പണിയുന്നിടത്താണ്. അതേപോലെ ഒരു മുസ്ലിം മുതലാളി കുന്നിന്റെ മുകളിൽ പള്ളി പണി തീർക്കുന്നു. രണ്ട് സമുദായത്തിലെ പുതുപ്പണക്കാർ മതത്തിൽ ഇടപെടുന്നതിന്റെ സൂചനകളിലൂടെയാണ്. രണ്ട് പുതുപ്പണക്കാർ, നവമുതലാളിത്തം, വികസിത നവമുതലാളിത്തം എന്ന് വേണമെങ്കിൽ മാർക്സിസ്റ്റ് ഭാഷയിൽ പറയാം. അങ്ങനെയുള്ള ഒരു പുതിയ മുതലാളിത്തം ഇടപെടുന്നത് മതത്തിലാണ്. ഒരാൾ ക്ഷേത്രത്തിൽ ഇടപെടുന്നു, മറ്റൊരാൾ പള്ളിയിൽ ഇടപെടുന്നു. ആ നിഷ്കളങ്ക ഗ്രാമം പതുക്കെ ഈ അമ്പലത്തിന്റെയും പള്ളിയുടെയും കാവൽക്കാരായി മാറിയ പുതുപ്പണക്കാരുടെ പക്ഷത്ത് മാറുന്നതിന്റെ സൂചനകൾ പതുക്കെ കഥയിൽ വരും. അതിലെ കർഷക തൊഴിലാളിയാണ് അസുരവിത്തായ ഗോവിന്ദൻകുട്ടി. വീട്ടിനും നാട്ടിനും വേണ്ടാത്തവൻ. ഗോവിന്ദൻകുട്ടി ഒരു അനാഥനായ കഥാപാത്രമാണ്. ധിക്കാരിയായി കാണപ്പെടുന്നുണ്ടെങ്കിലും, വളരെ ധിക്കാരിയായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും വളരെ പരിഗണന കിട്ടാത്ത മഹാസാധുവായൊരു മനുഷ്യനാണ്. നോവലിന്റെ ഉള്ളിൽ നമുക്ക് അസുരവിത്തിനെ സ്നേഹിക്കാൻ തോന്നുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ ചതിക്കപ്പെടുന്നു, നിരന്തരം ചതിക്കപ്പെടുന്നു. അയാളുടെ ഏട്ടൻ സംബന്ധ വീട്ടിൽ പ്രമാണിത്വം കാണിക്കാൻ വേണ്ടി ഓരോന്ന് വിറ്റ് തകർന്ന കുടുംബത്തെയും കല്യാണം കഴിക്കാൻ ഭാഗ്യമില്ലാതെ പോയ പെങ്ങളെയും ഒക്കെ പോറ്റാനുള്ള, അത് കുറച്ച് പഴയ കാലമാണ്. 50 കൊല്ലം മുമ്പുള്ള കേരളം എന്ന് പറഞ്ഞാൽ പട്ടിണിയും ദാരിദ്ര്യവും ദുരഭിമാനവും മരുമക്കത്തായ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നുണ്ടായ ഒരു ദുരന്തവും ഒക്കെ നിൽക്കുന്ന കാലത്താണ് ഈ കഥാപാത്രം. അയാൾ അവസാനം ഒറ്റപ്പെടുത്തപ്പെടുകയും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് അയാളെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അയാളെ രക്ഷിക്കുന്നത് കുഞ്ഞരക്കാരെന്ന കഥാപാത്രമാണ്. കുഞ്ഞരക്കാർ പറയും, ഇനി ആൺകുട്ടികൾ തൊട്ടാൽ വിവരം അറിയും. അങ്ങനെ അയാളുടെ കരുത്തുകൊണ്ടാണ് രക്ഷപ്പെടുന്നത്. കുഞ്ഞുമരക്കാർ വീട്ടിൽ കൊണ്ടുപോകും, സംരക്ഷണം കൊടുക്കും. പിന്നീട് മറ്റെന്തോ പ്രലോഭനത്തിൽ, മുതലാളിയുടെ പ്രലോഭനത്തിൽ അയാൾ മതം മാറി അബ്ദുള്ളയായി. അപ്പൊ അബ്ദുള്ളയായപ്പോൾ ഗോവിന്ദൻകുട്ടി വിചാരിക്കുന്നുണ്ട്, നേരത്തെ അഭയം തന്ന കുഞ്ഞുമരക്കാർക്ക് വലിയ സന്തോഷമാകും. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞുമരക്കാർ പറയും, ഇന്നെന്നല്ല ഒരു നാളും ഈ മുറ്റത്ത് കാല് കുത്തേണ്ടിനെ, നിങ്ങളെ ഞാൻ സഹായിച്ചത് മനുഷ്യനായിട്ടാണ്, ഇതിനല്ല, കടന്നു പോയിക്കോളിൻ. ഇതൊരു പക്ഷേ മലയാള സാഹിത്യത്തിൽ 50 കൊല്ലം മുമ്പ് ദീർഘദർശനത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ട സമ്പൂർണനായ ഒരു മതേതരവാദിയായ മനുഷ്യനാണ്. ആ മനുഷ്യരുടെ വംശം അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ എം ടി പറയുന്ന ഒരു കാര്യം, ഹിന്ദുവായിട്ടും മുസൽമാനായിട്ടും ഗോവിന്ദൻകുട്ടിക്ക് യാതൊരു പ്രയോജനം ഉണ്ടായില്ല.
അയാൾ ഒരു മതവും ഇല്ലാതെ പിന്നീട് മടങ്ങി വരുന്നത് മഹാമാരിക്കാലത്താണ്. ഈ കോവിഡ് പോലെ ഒരു കാലത്ത് കോളറ വന്ന് ആയിരക്കണക്കിന് മനുഷ്യർ പിടഞ്ഞു മരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വീടുകളുടെ പരിസരത്തേക്ക് പോലും ആളുകൾ എത്തി നോക്കാത്ത കാലത്ത് ഇയാൾ വന്ന് കോളറ ബാധിച്ച വീടുകളിൽ ചെന്ന് ശവങ്ങളെ മറവ് ചെയ്യുകയും പാതിപ്രാണനായവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യും. ശവങ്ങൾക്ക് ഗോവിന്ദൻകുട്ടിയെ വേണമായിരുന്നു, മരിക്കാൻ കിടക്കുന്നവർക്കും ഗോവിന്ദൻകുട്ടിയെ വേണമായിരുന്നു. അവസാനം തിരിച്ചു പോകുമ്പോൾ തെക്കും മുറിയുടെ ആ അതിർത്തി വിട്ട് തിരിച്ചു പോകുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ വരും, ഇനിയും വരും. അതിനു മുമ്പ് ഗോവിന്ദൻകുട്ടി പറയുന്നത്, പല ഉയരങ്ങളിലേക്കും പോയി തിരിച്ചു വരുമ്പോൾ ഗ്രാമത്തിലെ പുഴ പോലെ തന്നെ ഞാനും എൻ്റെ മനസ്സും വരണ്ടു പോയിരിക്കുന്നു. ഇതൊരു പക്ഷേ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. മനുഷ്യനാവുക എന്നതാണ് പ്രധാനം, പല മതങ്ങളിൽ ജീവിക്കുക എന്നുള്ളതല്ല. ഇത് പൊന്നാനിക്കാർ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഗോവിന്ദൻകുട്ടി മാത്രമല്ല, ഉറൂബിന്റെ അസുരവിത്തിലെ ഇയാളും മതം മാറുന്നുണ്ടല്ലോ, മറ്റേ മതം മാറുന്നുണ്ടല്ലോ, നല്ല പേരെന്താ പേര്, ഇരുമ്പൻ ഗോവിന്ദൻ നായരും മതം മാറി. ഇസ്ലാമിലെ വന്മലയിൽ 2 മതവും എങ്ങനെയാണെന്ന് പറഞ്ഞ് ഗോവിന്ദൻ പറയുന്നുണ്ട്. മാധവക്കുട്ടി 2 മതത്തിൽ ജീവിച്ചു കാണിച്ചു കൊടുത്തു. പൊന്നാനി മതാതീതമായ ഒരു മാനവികതയെ അന്വേഷിച്ച ഒരു അസാധാരണ ഭൂമിയാണ്. ലോകത്ത് അങ്ങനെ ഒരു സ്ഥലമില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മതാതീതമായി മനുഷ്യരെ കണ്ടാൽ KP രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥ എന്നൊരു നോവലുണ്ട്. ഈ ചെറിയ എഴുത്തുകാരായാലും വലിയ എഴുത്തുകാരാണെങ്കിലും മതങ്ങളുടെ അന്തസാര ശൂന്യത കാണിച്ചു തന്നുകൊണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന പ്രധാനപ്പെട്ട ദർശനം, അതാണ് നിർമ്മാല്യത്തിലും. നിർമ്മാല്യത്തിന്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ചീത്ത പറയുന്നത്. നിർമ്മാല്യത്തിൽ വെളിച്ചപ്പാട് ഭഗവതിയെ അപമാനിക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ നാട്ടിലെ ചില ആളുകളൊക്കെ ഭഗവതി ചീത്ത പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭഗവതിയുടെ നെഞ്ചത്ത് മാറത്തടിച്ചിട്ട് ഒരുമ്പട്ടോളെ എന്നൊക്കെ ഭഗവതിയെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നിന്ദയല്ല, അത്രമേൽ അഗാധമായ അടുപ്പം ഉള്ളത് കൊണ്ടാണ് ഭഗവതിയെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു അടുപ്പം തന്നെയാണ് തനിക്കൊരു തുണയും ഇല്ലാതായപ്പോൾ വെളിച്ചപ്പാട് പ്രകടിപ്പിക്കുന്നത്. യുക്തിവാദികളുടെ സമ്മേളനത്തിൽ പോയി MT പ്രസംഗിച്ചു. ലോകത്തെ എല്ലാ ദൈവങ്ങളും ഇല്ല എന്ന് വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം, പക്ഷെ എൻ്റെ ഗ്രാമത്തിലെ കൊടിക്കുന്നത്ത് കാവിലമ്മ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊരു വല്ലാത്ത ഒരു അതിവിദഗ്ധമായ വൈരുദ്ധ്യത്തെ ഒളിപ്പിച്ച ഒരു രചനാരീതിയാണ്. MTയുടെ എല്ലാ കഥകളിലും ഉണ്ട്, MTയുടെ ഏത് നോവലിലുമുണ്ട്. കാലത്തിലാണെങ്കിലും അവരൊക്കെ തിരിച്ചു വരുന്നു ഗ്രാമത്തിലേക്ക്. MT ഒരിക്കൽ പ്രസംഗിച്ചു, തളരുമ്പോൾ സ്വന്തം മണ്ണിനെ കെട്ടിപ്പുണർന്ന് കിടക്കുന്ന ട്രോജൻ പടയാളിയെ പോലെ ഞാൻ കൂടല്ലൂരിലേക്ക് വീണ്ടും വീണ്ടും വരും. കൂടല്ലൂർ ഒരു ഒഴിയാബാധയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ആവാം. ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്, പലയിടത്തും സഞ്ചരിച്ചിട്ടുണ്ട്, പലതും എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരുന്നു. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. അത്ര പരിമിതമായി നിൽക്കുമ്പോൾ ഈ കൂടല്ലൂരിനെ ലോക സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയതാണ്. ഞാനിപ്പോഴും അത് വിചാരിക്കുന്നുണ്ട്. ലോക സാഹിത്യ ഭൂപടത്തിൽ പേരില്ലാതൊരു ഗ്രാമം, മറ്റതൊക്കെ ഇപ്പം വെസെക്സ് എന്ന് പറയുന്നത് തോമസ് ഹാർഡിയുടെ വെസെക്സ് എന്നൊരു ഗ്രാമമായിട്ടാണ്. ഫോക്നറുടെ യോക്ന പട്ടാഫ എന്ന് പറയുന്നത് യോക്ന പട്ടാഫ എന്ന് പറയുന്ന ഫോക്നർ പറഞ്ഞൊരു ഗ്രാമമാണ്. മക്കൊണ്ട എന്നത് മാർക്കേസ് പറഞ്ഞൊരു ഗ്രാമമാണ്. MT ഗ്രാമമെന്നോ ദേശമെന്നോ തട്ടകമോ എന്നോ മാത്രം പറഞ്ഞിട്ടുള്ള കൂടല്ലൂർ പേര് മാറ്റിയിട്ടൊന്നുമില്ല. കോവിലൻ മുപ്പിലിശ്ശേരി, കണ്ടാണശ്ശേരിയെ മുപ്പിലിശ്ശേരിയാക്കി. MT കഥാപാത്രങ്ങളുടെ പേരൊന്നും മാറ്റിയിട്ടില്ല. പകിടകളിക്കാരൻ കോന്തുണ്ണി നായർ അവിടെ ജീവിച്ച ആളാണ്. കോന്തുണ്ണി നായർ എന്ന പേരിൽ തന്നെ ജീവിച്ച ആളാണ്. ഈ ഗോവിന്ദൻകുട്ടി ഗോപി എന്ന പേരിൽ ജീവിച്ച ആളാണ്. കാതു മുറിച്ച മീനാക്ഷി എടുത്തിയാണ് കുട്ടിയെടുത്തിയായത്, അവരും അവിടെ ജീവിച്ച ആളാണ്. ഭ്രാന്തൻ വേലായുധേട്ടനായി തന്നെ ജീവിച്ച ആളാണ്. ചാത്താനശ്ശേരി പറങ്ങോടൻ കളിച്ചു നടന്ന താലപ്പൊലിപ്പാല മനമക്കാവിന്റെ താഴത്തുണ്ടായിരുന്ന പാലയാണ്. ആ ഭ്രാന്തനാണ് സുരാസുവായിട്ടും പലതും. ഈ ഭ്രാന്തൻ MTയുടെ കഥയിൽ ഇങ്ങനെ വിടാതെ വരുന്നൊരു, നമ്മൾ ആ MTയുടെ ഭ്രാന്തന്മാരെ ഒന്ന് പിന്തുടർന്നു പോകേണ്ടതാണ്. മിക്കവാറും കഥകളിലൊക്കെ ഒരു ഭ്രാന്തൻ, നീലത്താമരയിലെ മുല്ലനേഴിയൊക്കെ അഭിനയിച്ച ആ ഒരു ഉന്മാദിയായ ജ്ഞാനിയായ ഒരു ഭ്രാന്തൻ, നാരായണത്ത് ഭ്രാന്തനെ പോലെ ജീവിതഭ്രാന്തന്റെ കല്ല് മുകളിലേക്ക് കയറ്റി അന്തിക്കത്ത് താഴേക്ക് തട്ടിയിട്ട് ചിരിക്കുന്ന, അത് നീളാതീരത്തിന്റെ ഒരു സവിശേഷമായ കഥാപരിസരമാണ്. മഹാബ്രാഹ്മണനായ വരരുചി പിതാവും പറയിപ്പെണ്ണായ പഞ്ചമി മാതാവും
12 കുലങ്ങളിൽ മേഴത്തോൾ അഗ്നിഹോത്രി, രചകൻ, ഉളിയനൂർ തച്ചൻ, പിന്നെ വള്ളോൻ, വായില കുന്നിലപ്പൻ, വടുതല മരുവും നായർ, കാരക്കൽ മാത, നേരെ നാറാണഭ്രാന്തൻ, ഉടൻ അകവൂർ ചാത്തനും പാക്കനാരും, ചെമ്മേ കേൾ ഉപ്പുകൂറ്റൻ, പെരിയ തിരുവരങ്ങത്തെഴും പാണനാരും. ഈ 12 കുലക്കാരാണ്, പല ജാതിക്കാരവര്. അവരുടെ അച്ഛൻ മഹാബ്രാഹ്മണനായ വരരുചിയാണ്, അമ്മ പറയിപ്പെണ്ണുമാണ്. ഇത് 1600 കൊല്ലം മുമ്പാണ്. ഈ വിഷയത്തിൽ ഒരു ഗവേഷണം നടത്തിയ ആളാണ് നമ്മുടെ ഡോക്ടർ രാജൻ ചുങ്കത്ത്. രാജൻ ചുങ്കത്ത് അവിടുത്തെ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ ഇല്ലത്തിന്റെ കഴുക്കോല് കൊണ്ടുപോയി ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ പരിശോധിച്ച് 1600 കൊല്ലം പഴക്കമുണ്ടെന്ന് ഇന്നത്തെ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തെളിയിച്ചൊരാളാണ്. ഇപ്പൊ 1600 കൊല്ലം മുമ്പ് ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്നു എന്ന് കരുതപ്പെടുന്ന, നമ്മളൊക്കെ കേട്ടറിവ് അതാണ്, കേരളത്തിൽ ഈ പറയുന്ന എല്ലാ ജാതിക്കാരെയും നമ്പൂതിരിയുടെ മകനായിട്ടും പറയിപ്പെണ്ണിന്റെ മകനായിട്ടും കാണാൻ കഴിഞ്ഞ ലോകത്തെവിടെയും ഇല്ലാത്ത ഒരു അത്ഭുത കഥ ഉണ്ടായ നാടാണ് നിളാതീരം. ഞാനിത് പറയുന്നത് നമ്മുടെ നാട് ലോകത്തിനേക്കാൾ ആണ്, അത്ര മോശമൊന്നുമല്ല. നമ്മുടെ നാട്ടിലുണ്ടായതുപോലെ ഇത്രയും മൗലികമായ ജനസംസ്കാരം, ഫോക്ലോർ, അതാണ് ഈ ഫോക്ലോറാണ് ഇതിന്റെ അടിസ്ഥാനം. നമുക്ക് വിദേശ കൃതികൾ വായിച്ച് അതിന്റെ മാതൃകയിലൊക്കെ എഴുതാം, അതൊക്കെ വലിയ അംഗീകാരങ്ങൾ നേടും. അതാണ് എം ടിക്കും സംഭവിച്ചത്. എം ടി വിദേശ കൃതികൾ വായിച്ചു. ഇത്രയേറെ വിദേശ കൃതികൾ വായിച്ച ഒരാൾ കേരളത്തിലുണ്ടാവില്ല. കേരളത്തിലെ ഏറ്റവും മികച്ച വായനക്കാരനായിരുന്നു എം ടി. അവസാനം എം ടി എന്നോട് പറഞ്ഞൊരു സങ്കടം, ഒരു ദിവസം 20 പേജിലധികം വായിക്കാൻ പറ്റുന്നില്ല. വളരെ വൈകിയ 91ാമത്തെ വയസ്സിൽ പറഞ്ഞത്, ഒരു ദിവസം 20 പേജിലധികം വായിക്കാൻ പറ്റുന്നില്ല. അത്രമേൽ വായിച്ച ഒരാളാണ്. ഏറ്റവും പുതിയ കൃതികൾ ലോകത്ത് ഇറങ്ങിയാൽ ആ കൃതികളൊക്കെ എം ടിക്ക് എത്തിക്കാനുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. എം ടിക്ക് ലോകത്ത് മുഴുവൻ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഒരു അത്ഭുതം, രാജഗോപാൽ എന്ന് പറഞ്ഞ മാതൃഭൂമിയുടെ സ്പോർട്സ് ലേഖകനായിരുന്ന സൺഡേ സപ്ലിമെന്റ് എഡിറ്റർ ആയിരുന്ന ഒരാൾ പറഞ്ഞു, ഒരു അനുഭവ കഥ. അദ്ദേഹം മാതൃഭൂമിയിൽ ട്രെയിനിയായി ജോയിൻ ചെയ്ത കാലത്ത് അന്ന് ട്രെയിനീസിന് 100 രൂപയാണ് സ്റ്റൈപ്പൻഡ്. അതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ എം ടി ട്രെയിനികൾക്ക് ഒരു പ്രത്യേക സൗകര്യം ചെയ്തു കൊടുക്കും. ഒരു ഫീച്ചർ സ്റ്റോറി വീക്കിലിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്താൽ 250 രൂപ ആ കാലത്ത് കൊടുക്കും. അപ്പോൾ എല്ലാ ട്രെയിനീസും എം ടിയെ കാണും, എന്തെങ്കിലും ഫീച്ചർ സ്റ്റോറീസ് എഴുതി കൊടുക്കും, എം ടി 250 രൂപ കൊടുക്കും. അങ്ങനെ രാജഗോപാൽ എം ടിയെ കണ്ടിട്ടില്ല, പരിചയമില്ല, 10-20 വയസ്സേ ആയിട്ടുള്ളൂ. ആരോ പറഞ്ഞു കേട്ട് എം ടിയെ കാണാൻ ചെന്നു. ഇങ്ങനെ ഞാനിങ്ങനെ പുതുതായി ട്രെയിനിയായ ആളാണ്, രാജഗോപാൽ എന്നാണ് പേരെന്നു. ഇപ്പം എം ടി ചോദിച്ചു, സ്പോർട്സ് അല്ലേ രാജഗോപാലിന്റെ വിഷയം? അതോടുകൂടി തന്നെ രാജഗോപാലിന്റെ കാറ്റ് പോയി. കാരണം സ്പോർട്സ് അല്ലേ രാജഗോപാലിന്റെ വിഷയം ഇങ്ങോട്ട് ചോദിക്കും, അത്രയും അറിയാം. അപ്പൊ പറഞ്ഞു രാജഗോപാലൻ, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റും കബഡിയും ഫുട്ബോളും മാത്രമൊന്നുമല്ല, നാട്ടും പുറത്ത് കുറെ സ്പോർട്സ് ഉണ്ട്. പോത്തുപൂട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പോത്തുപൂട്ടിനെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടില്ല, എനിക്ക് അറിയില്ല എന്ന്. പോത്തുപൂട്ട് അത്ഭുതകരമായ ഒരു സ്പോർട്സാണ്, അതിനെക്കുറിച്ചൊരു ഫീച്ചർ തയ്യാറാക്കാമോ? അയാൾ പോത്തുപൂട്ട് കണ്ടിട്ടില്ല, പോത്തുപൂട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ല. അപ്പൊ പറഞ്ഞു, നടുവണ്ണൂരിനടുത്ത് ഇന്ന സ്ഥലത്ത് ഒരു ഹാജിയാരുണ്ട്, അദ്ദേഹത്തിന് വലിയൊരു പൂട്ട് കണ്ടോ, അവിടെ വലിയ തോതിലുള്ള ഈ സ്പോർട്സ് പൂട്ട് നടക്കാറുണ്ട്. അപ്പൊ അയാളെ പോയെന്ന് കണ്ടാൽ വിവരങ്ങൾ കിട്ടും, അത് വെച്ച് രാജഗോപാലൻ എഴുത്തരൂ, ഭാഷയുണ്ടല്ലോ. ഇത് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അഡ്രസ്സൊക്കെ വാങ്ങി ഇയാൾ ചെന്ന് ബസ് ഇറങ്ങി 6 നാഴിക നടന്ന് പാടത്ത് ചെടിയിലൊക്കെ കയറി മറിഞ്ഞ് ഒരു ടിപ്പിക്കൽ മുസ്ലിം ഭവനത്തിലെത്തി. അവിടെ സാധാരണ അക്കാലത്ത് ഒരു മുസ്ലിം കാർന്നൂർ, താടിയൊക്കെ മൈലാഞ്ചിട്ട് ചൊപ്പിച്ചൊരു സാധാരണ കാർന്നൂർ ഇരിക്കുന്നു, കോളാമ്പിയിൽ തുപ്പി അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഞാൻ രാജഗോപാലൻ മാതൃഭൂമിയിൽ നിന്ന് വരികയാണ്. ആ വാസു പറഞ്ഞ എസ്സല്ലേ എന്ന്. അതോടുകൂടി ഇയാൾ രണ്ടാമത്തെ ഞെട്ടലായി. കാരണം വാസു എന്നാ വിളിക്കുന്നത് ഈ ഹാജർ, കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, ഫീച്ചർ എഴുതി. അത് വേറെ കാര്യം. ഈ വാസു എന്ന വിളി എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ, കാളപൂട്ടിനെ കുറിച്ച് പഠിക്കാൻ എം ടി ടി ദാമോദരനും കൂടി ഈ ഹാജരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. പഴയ സ്രാങ്ക്, ചാലിശ്ശേരിക്കാരനൊരു സ്രാങ്ക് കോഴിക്കോട്ടൊരു വ്യാപാരിയെ കുത്തിക്കൊന്ന പ്രമാദമായൊരു കേസുണ്ട്. വളരെ പ്രശസ്തമായ കേസാണ്. ഒരാളെ കുത്തി തിരിച്ച് കത്തിയെടുക്കാൻ ഇത്തിരി താമസം വന്നു. ആൾ കണക്ക് കൂട്ടിയതിനേക്കാൾ വേഗത കുറവായി പോയി വലിച്ചെടുക്കൽ. അതുകൊണ്ടാണ് രണ്ടാമത്തെ ആൾ രക്ഷപ്പെട്ടത്. അത്ര പ്രമാദമായൊരു കേസാണ്, കോഴിക്കോടിനെ നടുക്കിയ ഒരു കേസാണ്. ആ കേസിന് സാക്ഷിയാണ് എം ടി. ആ സ്രാങ്കിന്റെ കൂട്ടുകാരനാണ്. ജയിലിൽ പോയിട്ട് ആ സ്രാങ്കിനെ കാണുന്ന 2 ആളുകൾ എൻ പി മുഹമ്മദും എം ടി ആണ്. എം ടി ഗുണ്ടകളെ മാത്രമല്ല, കാണാവുന്ന ലോകത്തെ എല്ലാ മനുഷ്യരും കണ്ട്. അതാണ് അടിയൊഴുക്കുകൾ എന്ന സിനിമ. അതാണ് എവിടെയോ ഒരു ശത്രു എന്ന കഥ. ഡാറസ്സലാം എന്നൊരു കഥയുണ്ട്. ലോക സാഹിത്യത്തിൽ ഡാറസ്സലാം പോലൊരു കഥയില്ല. ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് പറയാറില്ല. അങ്ങനെ കുറെ കഥകളുണ്ട് എം ടി എഴുതിയിട്ട്. സത്യത്തിൽ എനിക്കെപ്പോഴും സങ്കടം അതാണ്. എന്തുകൊണ്ട് എം ടിയെ ആളുകൾ ആഘോഷിച്ചു, കോടിക്കണക്കിന് വായനക്കാർ ഏറ്റെടുത്തു, അതുകൊണ്ട് മാത്രം നിലനിന്ന ഒരാളാണ്.
ഈ പറയുന്ന ശത്രുക്കളൊക്കെ എം ടിക്ക് അന്നും ഉണ്ടായിരുന്നു. ജീവിച്ച കാലത്തും എം ടിക്കെതിരെ പല അപവാദ പ്രചരണങ്ങളും നടത്തിയിട്ടുണ്ട്. എം ടിയുടെ വ്യക്തി ജീവിതം അല്ലല്ലോ, ബാലേന്ദ്ര ചുള്ളിക്കാട് പറഞ്ഞതുപോലെ എൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാനല്ലല്ലോ ഞാൻ എം ടിയെ പരിചയപ്പെട്ടത്. ഞാൻ എൻ്റെ ആത്മാവിൻ്റെ വിമോചനത്തിന് വേണ്ടിയാണ് എം ടിയെ വായിച്ചത്. ഇപ്പൊ എം ടി മാത്രമല്ല, ലോകത്തിലെ സാഹിത്യകാരന്മാരുടെ വ്യക്തി ചരിത്രം എടുത്ത് നോക്കിയാൽ വളരെ മോശമാണ്. ഞാൻ കുഞ്ഞിരാമൻ നായരെ കുറിച്ച് എഴുതിയ ഒരാളാണ്. കുഞ്ഞിരാമൻ നായരുടെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജീവിതം കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ കുഞ്ഞിരാമൻ നായരുടെ ജീവിതം അത്ര മോശം ജീവിതമാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെയും ജീവിതമുണ്ട് ലോകത്ത്. മനുഷ്യർ ക്ഷിതിയിൽ അഹഹ മർദ്ദജീവിതം പ്രതിജന ഭിന്ന വിചിത്രമാർഗമാം പ്രതിരസ നവരസമാം അതോർക്കുകിൽ കൃതികൾ മനുഷ്യകഥാനുഗായികൾ. മനുഷ്യകഥാനുഗായികളാണ് എം ടിയുടെ എല്ലാ കഥകളും. എം ടി എഴുതുന്നുണ്ട്, എവിടേക്കോ ഒരു വഴി, അതിൽ സത്താറയിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു കുട്ടിയുണ്ട്. സത്താറയിൽ നിന്ന് ഓടിപ്പോകുന്ന ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് പോകും, വീണ്ടും പിടിച്ചു കൊണ്ടുവരും. അപ്പൊ കഥാപാത്രം, ഈ നായകന്റെ പെങ്ങൾ പറയും, സത്താറയിൽ അവൻ ആരുമില്ല, അവൻ അവിടെ ജനിച്ചതല്ല. അവന്റെ തള്ള പറഞ്ഞു കേട്ടത് അവിടെ ഒരു ഗ്രാമമുണ്ട്, ഗ്രാമത്തിലൊരു അമ്പലമുണ്ട്, അമ്പലത്തിനടുത്തൂടെ ഇടവഴിയുണ്ട്, ആ ഇടവഴി ചെന്ന് കയറുമ്പോൾ കുന്നിന്റെ പക്കത്താണ് അവന്റെ വീട്. അവൻ കണ്ടതല്ല, തള്ള പറഞ്ഞു കേട്ട് കേട്ട് അവന്റെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു പോയതാ. അങ്ങനെ ഓടിപ്പോവാണ്, പിടിച്ചുകൊണ്ടുവന്ന് കഷ്ടത്തിലായി. അവസാനം പകൽ ആരെയും കാണാതെ മതിൽ ചാടി അവൻ പോയി. ഇപ്പൊ സഹോദരി പറയും, ഇപ്പോഴും പോയി, ആ ചെക്കന് പ്രാന്ത. അപ്പോൾ എം ടി പറയും, അതെ, ഓടിക്കൊണ്ടിരിക്കും സത്താറയിലെ ഒരു ഗ്രാമത്തിലേക്ക്, അവിടുത്തെ ഒരു അമ്പലത്തിനടുത്തേക്ക്, അവിടുത്തെ ഒരു ഇടവഴിയിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കും, ഓടിക്കൊണ്ടേയിരിക്കണം. അതാണ് എം ടി. എം ടി കോഴിക്കോട് ഇരുന്ന് കൂടല്ലൂരിലേക്ക് ഓടിക്കൊണ്ടിരുന്നു, നിളാതീരത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു. അവിടുത്തെ ഓരോ രോമകൂപങ്ങളെയും എം ടി പഠിച്ചു. നമ്മൾ കണ്ടതിനേക്കാളേറെ മുത്തുവളയം കുന്നും താന്നിക്കുന്നും കൂമാൻതോടും കൈതക്കാടും അതിരിട്ട വടക്കും മുറിയും കിഴക്കും മുറിയും തെക്കും മുറിയും പടിഞ്ഞാറ്റുമുറിയായി വിഭജിക്കപ്പെട്ട കൂടല്ലൂരിന്റെ 18 വയസ്സ് വരെ കണ്ട ഭൂമിശാസ്ത്രമാണ് എം ടി എഴുതിയത്. 18 വയസ്സ് വരെ മാത്രമേ എം ടി അവിടെ സ്ഥിരമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. പിന്നെ പാലക്കാട്ടേക്ക് പഠിക്കാൻ പോയി, പിന്നീട് ജോലി കിട്ടി കോഴിക്കോട് പോയി. പക്ഷെ അത്രയും കാലം അവിടെ ഇരുന്ന് അദ്ദേഹം കണ്ട കൂടല്ലൂരും, അദ്ദേഹം കണ്ട നിളാതീരവും, അദ്ദേഹം കണ്ട ഇവിടുത്തെ ഈ മനുഷ്യരെ തന്നെയാണ് അദ്ദേഹം ഹസ്തിനപുരിയിലും കണ്ടത്. ഇതുപോലെ അവഗണിക്കപ്പെട്ട മനുഷ്യർ, തോറ്റുപോയ മനുഷ്യർ എല്ലാ യുദ്ധങ്ങളിലും മരിക്കുകയും എല്ലാ സമരങ്ങളിലും തോറ്റുപോവുകയും ചെയ്ത, എല്ലാ യുദ്ധങ്ങളിലും മരിക്കുകയും എല്ലാ സമരങ്ങളിലും തോറ്റുപോവുകയും ചെയ്ത ആരുമില്ലാത്ത മനുഷ്യനു വേണ്ടി ഹാജരായ ലോകത്തിലെ അത്യുന്നതനായ എഴുത്തുകാരനാണ് നമ്മുടെ എം ടി വാസുദേവൻ നായർ. വെളിച്ചപ്പാടിന് വേണ്ടി ഹാജരാവാൻ എം ടി അല്ലാതെ ഒരാൾ ഉണ്ടായില്ല. എത്രയോ വെളിച്ചപ്പാടന്മാർ നമ്മളുണ്ടായി. ഒരു വെളിച്ചപ്പാടിനെ അനശ്വരനാക്കാൻ ഒരു എം ടിക്ക് സാധിച്ചു. അങ്ങനെ ഏത് കഥ എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ, വീണ്ടും ഒന്ന് വായിച്ചു നോക്കും. ഞാൻ നിങ്ങളെ ക്ഷണിക്കും. ദുഃഖം തോന്നുമ്പോൾ നിങ്ങൾക്ക് എം ടിയെ വായിക്കാം. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോൾ എം ടിയെ വായിക്കാം. നിങ്ങൾ ആത്മഹത്യ ചെയ്യില്ല. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ട് എം ടിയെ വായിച്ച് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ. മരുന്ന് കഴിക്കുന്നത് പോലെ മാനസിക വ്യഥകൾ വരുമ്പോഴൊക്കെ മഞ്ഞു വായിക്കുന്ന, എനിക്കറിയുന്ന നമ്മുടെ മർച്ചന്റ്സ് നേവിയിലെ വേലായുധൻ, എൻ്റെ കയ്യിൽ, വേലായുധൻ്റെ കയ്യിൽ ഒരു മഞ്ഞിൻ്റെ കോപ്പിയുണ്ട്. വേലായുധൻ പറഞ്ഞു, വായിച്ചതിൻ്റെ പൊടിയൊക്കെ വന്നിരിക്കുന്നു. ഞാൻ ജീവിച്ചത് മഞ്ഞു വായിച്ചിട്ടാണ്. വേദപുസ്തകം വായിക്കുന്നത് പോലെ മഞ്ഞു വായിച്ചു. നമുക്ക് പോകേണ്ടിയിരുന്ന വഴി ഇതിലെ അല്ല. 8 നാഴിക വളഞ്ഞു ചുറ്റി ഈ വഴി വന്നത് ഞാൻ ഇവിടെ നിന്നാണ് വന്നത് എന്ന് നിന്നെ അറിയിക്കാനാണ്. അന്നും പുഴയോരത്ത് ആ മുസാവരി ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അന്നും നിളയിൽ കായ്കറികൾ ഉണ്ടായിരുന്നു. പാലത്തിന്റെ ചുവട്ടിൽ കുളിച്ചു വരുമ്പോൾ ഒരു കുമ്മട്ടിക്കായ അറുത്തെടുക്കും. അറുക്കുന്ന വിരലുകൾ ചാത്തുനായരുടേത്, കാവൽ നിൽക്കുന്ന കണ്ണുകൾ എൻ്റേത്. നാഴിയരിയും ഒരു കുമ്മട്ടിക്കായയുടെ കറിയുമായി 5 പേർ അത്താഴപ്പഷ്ണി കിടക്കാതെ ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു. കാവൽ കിടക്കാൻ വന്ന ചാത്തുനായർക്കും അതിലൊരു പങ്കുണ്ട്. ഇതൊരു കഥ തുടങ്ങുന്ന ഇത് തന്നെ വാചകം. കുറേ കഥകൾ എനിക്ക് പറയാൻ പറ്റും. ഈ ജീവിതമാണ് എം ടി ജീവിച്ചത്. ദുഃഖിതന്റെ, അനാഥന്റെ, വേദന നിറഞ്ഞ ലോകത്ത് നിന്ന് അമ്മ പോയപ്പോഴുണ്ടായ ശൂന്യതയിൽ അമ്മയായി ഗ്രാമത്തെ കണ്ടു. അമ്മ മദ്രാശിയിലേക്ക് ചികിത്സയ്ക്ക് പോകുമ്പോൾ വിക്ടോറിയ കോളേജിൽ പഠിക്കുകയാണ് എം ടി. ജ്യേഷ്ഠനാണ് കൊണ്ടുപോകുന്നത്. പാലക്കാട് ജംഗ്ഷനിൽ അമ്മയെ കാണാൻ നിന്നു. അകത്തേക്ക് കയറി ഇരിക്കേണ്ട, വണ്ടി പോകും. കുറേ നേരം കഴിഞ്ഞ് അമ്മ പറഞ്ഞു, വാസു പൊക്കോ, വണ്ടി ഇപ്പോൾ പോവും. പോകാൻ തുടങ്ങുമ്പോൾ അമ്മ കോന്തലക്കൽ തിരുപ്പിടിക്കുന്നത് കണ്ടു. കോന്തലക്കെട്ടഴിച്ച് 2 ഒറ്റുറുപ്പികയുടെ നാണ്യം കയ്യിൽ വെച്ചു കൊടുത്തു. വാസു ഇത് വെച്ചോ. എന്തിനാ അമ്മേ ഇത്? ആവശ്യം വരും, കയ്യിലിരുന്നോട്ടെ.
അങ്ങനെ തെക്കോട്ട് പോയ വണ്ടിയിൽ നിന്ന് എന്നേക്കുമായി കൈവീശി യാത്ര പറഞ്ഞ അമ്മയെ തൻ്റെ ഗ്രാമമായും മനുഷ്യരുടെ മനസ്സായും സങ്കല്പിച്ചാണ് MT എഴുതിയത്. ആ അമ്മയായിരുന്നു MTക്ക് കൊടിക്കുന്നത്ത് കാവിലമ്മ. അങ്ങനെ ഒരു അനാഥനായ കുട്ടി MTയിൽ ഉണ്ടായിരുന്നു എന്ന് MTയുമായി പങ്കിട്ട കുറേ ഏകാന്ത നിമിഷങ്ങളിൽ എനിക്ക് നേരിട്ടറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ പോകുമ്പോൾ ഞാൻ അനാഥനായി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മാത്രമല്ല, പറക്കുളം വെച്ചിൽപ്പുറത്തെ കണ്ണാന്തളിപ്പൂക്കൾ, ആ നാട്ടിലെ അനേകം മനുഷ്യരും മനുഷ്യരല്ലാത്തവരും MTയെ ഓർത്ത് കരയുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്ത് ഒരു എഴുത്തുകാരൻ യാത്രയായപ്പോൾ ഇത്രയേറെ മനുഷ്യർ അനാഥരായിത്തീരുന്നൊരവസ്ഥ ഇനി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ വലിയ മനുഷ്യൻ തന്ന സനാഥത്വത്തിന്, കാലത്തിൻ്റെ ദയയ്ക്ക്, വാക്കിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കാണി ഫിലിം സൊസൈറ്റിയോടും അദ്ദേഹം സ്നേഹം കാണിച്ചു. അവസാനം മുഹമ്മദ് കുട്ടിയെ കാണാനും മോഹനകൃഷ്ണനെ കാണാനും ഒരു ഇൻ്റർവ്യൂ തരാനും, അത് 91ാമത്തെ വയസ്സിലാണ് ആ ഇൻ്റർവ്യൂ. നമുക്കൊരു പക്ഷെ ഒടുക്കം കിട്ടിയ ഇൻ്റർവ്യൂ കാണിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെയും സ്വന്തമാണ് MT, പലരുടെയും സ്വന്തമാണ്. കോടിക്കണക്കിന് മനുഷ്യരോട് കൂടി പങ്കുവയ്ക്കാനേ നമുക്ക് അർഹതയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ജയേട്ടനും ഇതുപോലെ തന്നെ നമ്മെ വിരിഞ്ഞു പോയ ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ വിഷാദത്തിൻ്റെ മൂടൊന്ന് മാറ്റാൻ ജയേട്ടൻ്റെ ഒരു പ്രിയപ്പെട്ട പാട്ട്, എനിക്ക് പ്രിയപ്പെട്ടൊരു പാട്ട്, ഞാൻ എൻ്റെ പ്രേമോദയ കാലത്ത് പാടിക്കൊണ്ട് നടന്നൊരു പാട്ട്, ഇപ്പോൾ വയസ്സായപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ പൊളിഞ്ഞ് പാളീസായ പഴയ പ്രേമങ്ങളൊക്കെ ഓർമ്മ വരും. അതാണ് ഈ വലിയൊരു ഗുണം. ഈ പഴയ പാട്ട് കേട്ടാൽ പണ്ട് പൊളിഞ്ഞ് പാളീസായി പോയ പ്രേമങ്ങളൊക്കെ ഓർമ്മ വരും അല്ലേ ഡോക്ടറെ? ഇന്ദുവദനേ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ, ഇന്ദുവദനേ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ, ഇന്ദ്രനീലാഭ തൂകും നിന്മലർമിഴിയുമായി സുന്ദരി അങ്ങനെ ഞാൻ ഇണങ്ങുമല്ലോ, നിന്മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ, ചന്ദന മണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. അങ്ങനത്തെ ഒരു പാട്ടുകാരനാണ് അസ്തമിച്ചത്. നമ്മുടെ ഹൃദയത്തിൻ്റെ കാതിൽ പ്രണയം പോലെ സ്വകാര്യം പോലെ പാടിയ ഗന്ധർവനല്ലാത്ത ഒരു മനുഷ്യ ഗായകൻ, അതാണ് ഗന്ധർവനല്ലാത്ത ഒരു മനുഷ്യ ഗായകൻ കൂടി വിട പറഞ്ഞു. ആ രണ്ട് യുഗപുരുഷന്മാരുടെയും മരണമില്ലാത്ത സ്മരണകളിൽ കാണിക്കു വേണ്ടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.